ഹലോ. അപ്പോൾ ബാക്കി നമ്മുടെ ജേണി നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും. മറ്റൊരു പ്രട്ടി ലോങ് ആയല്ലോ. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് വരും. അപ്പോൾ എൻ ടി സ്കാൻ എപ്പോഴും 11 to 13 വീക്സിൻ്റെ അകത്ത് ചെയ്യണം. നമ്മളെപ്പോഴും ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നടുക്കായിട്ട് പോയി ചെയ്യും. കാരണം നേരത്തെ പോയി ചെയ്താൽ ബേബി ചിലപ്പോൾ അത്രയും ഗ്രോത്ത് ഉണ്ടാവില്ല, ലേറ്റും ആക്കത്തില്ല. ലേറ്റ് ആക്കാൻ പറ്റത്തില്ല. ലേറ്റ് ആക്കി ഇതിന് ഒരു 13 വീക്കിനകത്ത് ചെയ്യണം. വീക്കിന്റെ അകത്ത് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഒരു ബ്ലഡ് ടെസ്റ്റും വരുന്ന ഒരു സ്കാനാണത്. അപ്പോൾ സ്കാൻ ചെയ്തു. ആ സ്കാന് എനിക്ക് അത്ര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ എനിക്ക് അറിയാമല്ലോ, സ്കാൻ എന്ന് പറയുമ്പോൾ അൾട്രാസൗണ്ട്. എനിക്ക് വജൈനലല്ലായിരുന്നു ഒരു സ്കാനും, എല്ലാം എനിക്ക് അബ്ഡോമിനലായിരുന്നു. അപ്പോൾ അവർ നമ്മൾ ഫുൾ ബ്ലാഡർ ആക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നല്ലപോലെ വെള്ളം കുടിക്കണം. അത് വിചാരിക്കുന്ന പോലെ എളുപ്പമുള്ള കാര്യമല്ല 2 ലിറ്റർ വെള്ളം കുടിക്കുക. കാരണം നമുക്ക് പ്രഗ്നൻ്റ് ആകുമ്പോൾ തന്നെ നമ്മുടെ വയറ് വലുതാവും തോറും നമുക്ക് ബ്ലാഡർ ഇങ്ങനെ ഹെവി ആവാൻ തുടങ്ങും. അപ്പം സാധാരണ നമ്മൾ യൂഷ്വലി പോലും നമ്മൾ യൂറിനേറ്റ് ചെയ്യുന്നതിൻ്റെ ഫ്രീക്വൻസി കൂടും. അപ്പോൾ ഇത്രയും വെള്ളം കുടിച്ചിട്ട് യൂറിനേറ്റ് ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ വീക്ക് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ എൻ്റെ അപ്പോയിൻമെൻറ്റ് ശരിക്കും ഉച്ചയ്ക്ക് എന്തോ ആയിരുന്നു, സാറ്റർഡേ. പക്ഷേ അവർ സമയത്ത് വിളിച്ച് പറഞ്ഞു കുറച്ച് നേരത്തെ വരാൻ പറ്റുമെന്ന്. അങ്ങനെ ആയപ്പോൾ എന്തോ ഞാൻ വെള്ളം കുടിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ അപ്പം തൊട്ട് വെള്ളം കുടിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ശരിയായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഡോക്ടറിൻ്റെ അടുത്ത് പോയപ്പോൾ ഒരു ലേഡി ഡോക്ടറായിരുന്നു. ആദ്യത്തെ പുള്ളി, എനിക്ക് ആ പുള്ളിയുടെ പേര് പറയണം, ജാവേദ് എന്നാണ് പേര്. അടിപൊളി ടെക്നീഷ്യൻ ആയിരുന്നു. രണ്ടാമത്തെ അവരുടെ പേര് എനിക്ക് അറിയത്തില്ല. അവർ ഇച്ചിരി റൂഡായിരുന്നു എന്നോട്. എന്നുവെച്ചാൽ എന്നോട് പറഞ്ഞു ഒന്നും കാണുന്നില്ല, വെള്ളം കുടിച്ചില്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ പ്രീപോൺ ചെയ്യുക ചെയ്തത്, ടൈം ഇങ്ങനെ മാറ്റി. ഭയങ്കര റൂഡായിരുന്നു, ഒന്നും പറയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നോട് ഇങ്ങനെ ഹസ്ബൻഡിനെ കയറ്റുന്ന കാര്യം അവർ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു ഹസ്ബൻഡ് ഉണ്ട്, ഒന്ന് വിളിക്കാമോ. ഹസ്ബൻഡ് ഇതിങ്ങനെ പെട്ടെന്ന് ടൈം മാറ്റിയതുകൊണ്ട് സാധനങ്ങളൊക്കെ എടുക്കാനായിട്ട് എന്തൊക്കെയോ ഫയൽ എടുക്കാൻ നന്ദു വീട്ടിലോട്ട് പോയി. എന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് കിച്ചു വീട്ടിലോട്ട് പോയി. എന്നിട്ട് കിച്ചു വരുന്ന വഴി ഞാൻ വിളിക്കുക, കിച്ചു സ്കാന് കഴിഞ്ഞു, ഡോക്ടർ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നന്ദു പറഞ്ഞു 2 മിനിറ്റ്സിലെത്തും, ലിഫ്റ്റിലാന്ന് പറഞ്ഞു. ആ 2 മിനിറ്റ്സ് ഒന്നും സഹിക്കാൻ അവർ റെഡി ആവുന്നില്ല. അപ്പോൾ എന്നിട്ട് അവസാനം എങ്ങനെയൊക്കെയോ നന്ദു വന്നു, ഒന്നും പറഞ്ഞില്ല ഞങ്ങളോട്, ഒന്നും കാണിച്ചു തന്നില്ല. ലൈക്ക് ജസ്റ്റ് ഇങ്ങനെ ബേബിയെ കാണിച്ചു തന്നു, അവർ പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഓക്കെ, എന്നാലും നമ്മൾ ബേബി ഓക്കെ ആണെന്ന് അറിഞ്ഞു. നമ്മൾ വീണ്ടും ഫാമിലി ഡോക്ടറിൻ്റെ അടുത്ത് എത്തി. നമ്മൾ അന്ന് ഇറങ്ങിയ സമയത്ത് നമ്മളുടെ പ്രീവിയസ്ലി നമ്മൾ ആരാണോ ചെക്ക് ചെയ്ത് ആ പുള്ളിയുടെ കയ്യിൽ നിന്ന് നല്ലൊരു എക്സ്പീരിയൻസ് അല്ലേ കിട്ടിയത്. അപ്പോൾ ആ പുള്ളിയുടെ പേര് നമ്മൾ നോട്ട് ചെയ്ത് ചോദിച്ചു വെച്ചു. കാരണം അടുത്ത നെക്സ്റ്റ് ടൈം തൊട്ട് നമുക്ക് ആ ഒരു ടെക്നീഷ്യൻ മതി എന്നുള്ള രീതിയിൽ അത് വേറെ ആരും നമുക്ക് അറിയില്ല. എന്തോ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് ഇതാണ് നമുക്ക് ആദ്യത്തെ പുള്ളിയിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ ആ പുള്ളി തന്നെ മതി എന്നുള്ള രീതിയിൽ അടുത്ത സ്കാനിനൊക്കെ ഞാൻ പുള്ളി പ്രീ ബുക്കും ചെയ്തു, ആ പുള്ളിയുള്ള ഡേയ്സിന് മാത്രം. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ എൻ ടി സ്കാനിൻ്റെ കൂടെ ഒരു ബ്ലഡ് ടെസ്റ്റും കൂടെ ഉണ്ട്. അതിൽ എന്തോ ഒരു ലെവൽ എനിക്ക് അനുസരിച്ചാണ് അതായത് നെക്കിൻ്റെ ബാക്കിലുള്ള എന്തോ ഒരു ഫ്ലൂയിഡിൻ്റെ കണ്ടൻറ്റ് അനുസരിച്ചാണ് ഇവർ ഡൗൺ സിൻഡ്രോമിൻ്റെ എന്ന് നോക്കുന്നത് എന്നാണ് എൻ്റെ ഒരു അറിവ്. ഇതൊക്കെ എനിക്ക് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം, ഈ സ്പോട്ടിങ് ഒക്കെ നടക്കുന്ന സമയത്ത് എൻ്റെ ഒരു കസിൻ ചേച്ചിയും പ്രഗ്നൻ്റ് ആയിരുന്നു. അന്ന് ഞാൻ പ്രഗ്നൻ്റ് അല്ല, പക്ഷേ ആ ചേച്ചി വായിച്ച ഒരു ബുക്കിനെ കുറിച്ച് എനിക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, വാട്ട് ടു എക്സ്പെക്റ്റ് വെൻ വി ആർ എക്സ്പെക്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട്. അടിപൊളി ബുക്ക്. അതായത് ഞാൻ വളരെ കുറച്ച് ബുക്സൊക്കെ വായിച്ചിട്ടുള്ളൂ, പക്ഷേ വായിച്ചിട്ടുള്ളതിൽ ഏറ്റവും വെർത്തായിട്ട് തോന്നിയിട്ടുള്ളൊരു ബുക്കാണ്. അകത്തുണ്ട്, ഞാൻ കാണിക്കില്ല, ഞാൻ സൈഡിൽ കാണിക്കാം. അത് എന്താ വെച്ചാൽ അത് വായിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഓക്കെ ഇതൊക്കെ നോർമലാണ്, ഇതൊരു അസുഖമല്ല, പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ചേഞ്ച് പോലും വരുമ്പോഴത്തേക്ക് ആ ബുക്കിൽ ആ വീക്ക് നോക്കും, ജസ്റ്റ് നോക്കുമ്പോഴത്തേക്ക് ഓക്കെ ഈ ഒരു ചേഞ്ച് വന്നത് ഈ വീക്കിൽ അങ്ങനെ വരണം എന്നുള്ളതാണ്. അപ്പം നമ്മൾ കൂടുതൽ ആങ്സൈറ്റി കൂട്ടാനോ ഒന്നും നമ്മളെ സമ്മതിക്കില്ല. ആ ബുക്ക് വായിക്കുമ്പോൾ നമുക്കറിയാം ഓക്കെ ഇപ്പം ആർച്ചയ്ക്ക് എനിക്ക് തോന്നുന്നു 7th വീക്കാണെന്ന് തോന്നുന്നു, ചെവി അടയുന്നു ഭയങ്കരമായിട്ട് എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് പുള്ളിക്കാരി ഇത് കണക്ക് 7th വീക്കിൽ ഇതിൽ പേജ് നോക്കിയപ്പോഴത്തേക്ക് അതിൽ പറയുന്നുണ്ട് കറക്റ്റായിട്ട്. അപ്പോൾ ഓരോ വീക്കും വായിച്ച് കൂടെ തന്നെ നല്ലൊരു ഭയങ്കര താങ്ക്ഫുൾ ആണ് ചേച്ചി അത് സജസ്റ്റ് ചെയ്തത്. ഞാൻ പിന്നെ പ്രഗ്നൻ്റ് ആയവർക്ക് ഞാൻ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം എന്താ വെച്ചാൽ നാട്ടിലെ പോലെ നമുക്കിപ്പോൾ അമ്മയോ അച്ഛനോ റിലേറ്റീവ്സോ ആരും നമ്മുടെ കൂടെ ഇല്ല. അപ്പം നമ്മൾ എന്തെങ്കിലും ഇഷ്യൂ വരുമ്പോൾ നമ്മൾ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അത് സോൾവ് ചെയ്യേണ്ടത്. നമുക്കാണെങ്കിൽ എക്സ്പീരിയൻസും ഇല്ല. അപ്പം ഈ ഒരു ബുക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. പിന്നെ നാട്ടിലെ മെഡിക്കൽ സിസ്റ്റം പോലെ അല്ല ഇവിടുത്തത്. ഇവിടെ കുറച്ചും കൂടെ കെയർ ഫ്രീ ആണ്, ലൈക്ക് കുറച്ചും നല്ലതാണെന്ന് പറയാം. നാട്ടിൽ പ്രഗ്നൻസി ഒരു അസുഖം പോലെയൊക്കെ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ കുറച്ചും കൂടെ അതൊരു ലൈഫ് സ്റ്റൈൽ കാര്യമാണ്, ലൈക്ക് ഭയങ്കര സില്ലി ആയിട്ടുള്ള കാര്യമായിട്ട് ഇവർ എടുക്കും. അപ്പോൾ നമുക്കങ്ങനെ ഭയങ്കരമായിട്ട് പാനിക് ആവില്ല. അപ്പോൾ ഇവിടുത്തെ മെഡിക്കൽ സിസ്റ്റം ഫോളോ ചെയ്യുന്ന ബുക്കാണ് ഞാൻ വായിച്ചത്. അപ്പോൾ എനിക്ക് അവർ അപ്പോയിൻമെൻറ്റ് പോകുമ്പോൾ കിച്ചനോട് ഞാൻ പറയും, കിച്ചു ഇതാണ് ഈ അപ്പോയിൻമെൻറ്റ് എന്നെ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വെൽ പ്രിപ്പയർഡായി ഫ്രം 13th വീക്ക് ഓൺവേർഡ്സ് എനിക്ക് എവിടെ നിന്ന് ഒരു എനർജി കിട്ടി. പ്ലാൻഡ് അല്ല, ലൈക്ക് എൻ്റെ ഫസ്റ്റ് ട്രൈമസ്റ്റർ കഴിഞ്ഞു, ഇനി സെക്കൻഡ് ട്രൈമസ്റ്റർ ആണ്, സേഫായി എന്നുള്ള പ്ലാൻ അല്ല. എങ്ങനെയോ കിച്ചും പറയുന്നുണ്ടായിരുന്നു, ഒരു ബൾബ് ഫിലമെൻറ്റ് പോയ ബൾബ് തിരിച്ച് ഫിലമെൻറ്റ് കിട്ടിയ പോലെ ആയിരുന്നു എനിക്ക്, എവിടെയൊന്നും ഇല്ലാത്തൊരു എനർജി. അപ്പോൾ കിച്ചുവിൻ്റെ ക്ലബിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു, അതിന് ഞാനാണ് ആങ്കർ ചെയ്തത്. എല്ലാം ഭയങ്കര എനർജി. വൊമിറ്റിംഗ് ഒക്കെ സ്റ്റില്ലുണ്ട് കേട്ടോ, അതിലൊന്നും യാതൊരു വ്യത്യാസമില്ല. പക്ഷേ നമ്മുടെ മൂഡ് ഭയങ്കരമായിട്ട് ഇതായി. പിന്നെ എൻ്റെ മൂഡ് എന്താണോ അതാണ് കിച്ചുവിൻ്റെ മൂഡ്.
അതങ്ങനെയാണ്. ഇപ്പം ഞാൻ ഡെസ്പായിട്ടിരുന്ന ഒബ്വിയസ്ലി കിച്ചുവും ഡെസ്പാവും. കാരണം ഒന്നുമില്ലെങ്കിലും ബേബി എൻ്റെ വയറ്റിലാണ്. അപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എനിക്കറിയാം. കിച്ചുവിന് ഓഫീസിലിരിക്കുമ്പോൾ ടെൻഷനാണ്, അവൾ ഓക്കെ ആണോ, കുഞ്ഞ് ഓക്കെ ആണോ, ഞാൻ ഫ്രീക്വൻ്റ് ആയിട്ട് എൻ്റെ ഫോൺ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും, മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഈ നമുക്ക് ആ ഒരു ടെൻഷൻ അതൊക്കെ ഒരു 13th വീക്ക് തുടങ്ങിയപ്പോഴത്തേക്കും പെട്ടെന്നൊരു എനർജിയൊക്കെ വന്നു. അങ്ങനെ എല്ലാം സ്മൂത്തായിട്ടൊക്കെ പോയി. അങ്ങനെ ഇടയ്ക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നാട്ടിലൊക്കെ എല്ലാവർക്കും ഭയങ്കര കൺസേൺ ആയിരുന്നു, നമ്മൾ ഒറ്റയ്ക്കല്ലേ. പക്ഷേ നമ്മൾ പറഞ്ഞു ഇവിടെ ഒരു കുഴപ്പമില്ല, നമ്മളെല്ലാം ചില്ലാണ്. അങ്ങനെ നമുക്ക് ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ട്രൈമസ്റ്ററിൻ്റെ വിഷമമൊക്കെ നമ്മളങ്ങ് തീർത്തു. സേഫ് ട്രാവൽ കേട്ടോ ഇത്. എന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കരമായ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്തു എന്നൊന്നും അല്ല. ഞാൻ ഡാൻസൊക്കെ കളിക്കുന്ന കൂട്ടത്തിലാണ്. ഹെവി ആയിട്ട് ഞാൻ ചാടൊന്നും ചെയ്തിട്ടില്ല. ഞാൻ എന്താണ് എൻ്റെ റൊട്ടീൻ, അതായത് ഞാൻ പറഞ്ഞില്ല കിടന്നുകൊണ്ടിരുന്നു. അതായത് ഈ സ്പോട്ടിംഗ് ആയ 9th വീക്ക് തൊട്ട് ആ 12 ആഴ്ച, ആ 3 ആഴ്ച എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു മാസം ഞാൻ ബെഡിൽ തന്നെയായിരുന്നു. ഓഫീസിൽ പോകും വരും, പിന്നെ ബെഡിൽ എണീക്കത്തില്ല. എല്ലാം കിച്ചു, പ്ലേറ്റ്, വെള്ളം, എനിക്ക് കൈ കഴുകാൻ വരെ എനിക്ക് കൊണ്ടുതരും ബെഡിൽ. പേടിച്ചിട്ട് കേട്ടോ, എനിക്ക് എണീറ്റ് നടക്കാൻ വയ്യാത്ത അസുഖമൊന്നുമല്ല, പേടിച്ചിട്ട്. പക്ഷേ 13th വീക്ക് തൊട്ട് നമ്മുടെ റുട്ടീൻ പഴയ പോലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. കിച്ചൺ കളിക്കാൻ പോകുന്നിടത്ത് കൂടെ പോവും, പ്രാക്ടീസിന് പോവും, എൻ്റെ ഓഫീസിലായിക്കോട്ടെ എല്ലാ കാര്യങ്ങളും നമ്മൾ പഴയ പോലെ തുടങ്ങി. എന്നിട്ട് അടുത്ത മെയിൻ സ്കാൻ എന്ന് പറഞ്ഞാൽ അനോമലി സ്കാനാണ്. അതെന്ന് വെച്ചാൽ നമുക്ക് പല സ്കാൻസ് ഇവിടെ സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. പക്ഷേ അനോമലി ഡോക്ടേഴ്സ് കമ്പൽസറി ആയിട്ട് പറയുന്ന ഒരു സ്കാനാണ്. അത് ബേബിയുടെ ഓരോ ഫീച്ചേഴ്സും, ലൈക്ക് ഹാർട്ടിലെ ചേമ്പേഴ്സൊക്കെ കറക്റ്റായിട്ടുണ്ടോ, ഫിംഗേഴ്സൊക്കെ കറക്റ്റാണോ, ഐസ്, നോസ് ഇതൊക്കെ കറക്റ്റ് പൊസിഷനിലാണോ, എല്ലാം ജെൻഡർ അത് ഇവിടുത്തെ കാര്യം. അങ്ങനത്തെ മെയിൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കാനാണ്. അപ്പോൾ ജെൻഡർ നമുക്ക് ആദ്യമേ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, നമുക്കറിയണ്ട, ജെൻഡർ റിവീൽ നടത്തണം. അപ്പോഴും നമുക്ക് കുറച്ച് ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ട്, അവരുടെ കൊടുത്ത് ഇവിടെ എന്ന് വെച്ചാൽ എൻവലപ്പിൽ നമുക്ക് തരും, അത് നമ്മൾ ഫ്രണ്ട്സിനെ കൊടുക്കുക, അവർ ചെയ്യും. അപ്പോൾ അതൊക്കെ ഡോക്ടർ തന്നെ അപ്പം എഴുതി കൊടുത്തു ടെക്നീഷ്യന്, ലൈക്ക് ഇവർക്ക് ജെൻഡർ അറിയണ്ട, പക്ഷേ ഒരു എൻവലപ്പിലാക്കി കൊടുക്കണം എന്നുള്ള രീതിയിൽ. അപ്പോൾ എന്നിട്ട് അനോമലി സ്കാൻ എനിക്ക് താങ്ക്ഫുള്ളി ഞാൻ റിക്വസ്റ്റ് ചെയ്ത പോലെ തന്നെ എൻ്റെ ആദ്യത്തെ ടെക്നീഷ്യനെ തന്നെ എനിക്ക് കിട്ടി. എന്നിട്ട് അപ്പോഴത്തേക്ക് ബേബി കുറച്ച് വലുതായി. അപ്പോൾ പിന്നെ സ്കാൻസ് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയി. കാരണം ബേബിയെ നമുക്ക് ബേബിയുടെ അവൻ്റെ കിടക്കുന്നതായിട്ട് മനസ്സിലാവും. അപ്പോൾ തല നമുക്കെല്ലാം മനസ്സിലാവും. ഇങ്ങനെ വിരലിങ്ങനെ ഉറിഞ്ചിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് കയ്യ്, കാല്, മുട്ട് എല്ലാം നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഹാർട്ട് ബീറ്റ് എഴുതിച്ചു. എന്നിട്ട് ജെൻഡറിലോട്ട് അവർ പോയില്ല. എന്നിട്ട് എഴുതി തന്നു, ലൈക്ക് ഒരു ചെറിയ സ്ലിപ്പിൽ എഴുതി തന്നു. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു കേട്ടോ എല്ലാം ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞു. വേറൊരു കാര്യം നമ്മൾ പറയാനായിട്ടുള്ളത്, നമ്മൾ എല്ലാ വീക്കും ഫ്രൈഡേസ്, ഈവൻ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ അതിന് മുന്നേ നമ്മൾ അമ്പലത്തിൽ ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ ബ്രാംപ്ടൺ ഗുരുവായൂർ അമ്പലത്തിൽ നമ്മൾ വിസിറ്റ് ചെയ്യുമായിരുന്നു. എല്ലാ ഫ്രൈഡേ ഈവനിങ് 6:30 നമ്മൾ അവിടെ ചെല്ലും. രണ്ടുപേർക്കും സാറ്റർഡേ സൺഡേ ഓഫാണ്. അപ്പോൾ ഫ്രൈഡേ ഈവനിങ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ എനിക്ക് പീരീഡ്സ് ഒന്നും അല്ലെങ്കിൽ ഞങ്ങൾ എന്തായാലും അമ്പലത്തിൽ പോകും. അത് തന്നെയാണ്. ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര, നമ്മുടെ ഫാമിലീസ് ആയിക്കോട്ടെ എല്ലാവരും ഭയങ്കര ഈശ്വര വിശ്വാസികളാണ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഗുരുവായൂരപ്പൻ ടെമ്പിൾ, നമ്മൾ ഇത് നാട്ടിൽ പോലും ഞാൻ ഇങ്ങനെ അമ്പലത്തിൽ പോയിട്ടില്ല. ഇവിടെ നമുക്കത് ഒരു പീസ് ഓഫ് മൈൻഡ് ഒക്കെയാണ്. അപ്പോൾ നമ്മളങ്ങനെ പോവും. അപ്പോൾ നമ്മളവിടെ ജെൻഡറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അതിനുമ്പൊരു കാര്യം, ഈ സ്ലിപ്പ് തന്ന സമയത്ത് അപ്പോൾ നമ്മുടെ പ്ലാൻ എന്ന് വെച്ചാൽ ഫ്രണ്ട്സിനെ ഏൽപ്പിക്കുക. പക്ഷേ ഈ സ്ലിപ്പ് കിട്ടി നമ്മളത് ഫ്രൈഡേ ആയിരുന്നു കിട്ടി. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് അമ്പലത്തിൽ. അതിന് മുമ്പ് നടന്ന കാര്യം ഞാൻ ഇങ്ങനെ കിച്ചനോട് പറഞ്ഞു, കിച്ചു നമുക്ക് ഓപ്പൺ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ കിച്ചു പറഞ്ഞു ഓപ്പൺ ചെയ്യാമെന്ന്, നീ അല്ലേ പറഞ്ഞാൽ ജെൻഡർ റിവീൽ നടത്തണം. ഞാൻ പിന്നെ വേണ്ട വെച്ചു, എനിക്ക് എക്സൈറ്റ്മെൻറ്റ് സഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് കാണണം, നമുക്ക് ആക്ട് ചെയ്യാം, നമുക്ക് എല്ലാവരും മുമ്പിൽ ആക്ട് ചെയ്യാം, നമുക്ക് ജെൻഡർ അറിഞ്ഞുകൂടാം. കിച്ച് സംഭവിക്കൂല, കിച്ച് പിടിച്ച് അപ്പം എൻ്റെ നിന്ന് വാങ്ങിച്ചതാണ്. പിന്നെ അത് എവിടെ വെച്ചെന്ന് ഇന്നും എനിക്ക് അറിഞ്ഞുകൂടാ, എവിടെയോ കൊണ്ട് വെച്ച്. എന്നിട്ട് അപ്പോഴേ ഞങ്ങളുടെ മനസ്സിൽ ആദ്യമേ ഒരു ബോയ് ആയിരിക്കും എന്നൊരു ഇൻഡ്യൂഷനുണ്ട്. കാരണം ഞങ്ങൾ ഈ പറഞ്ഞ അമ്പലത്തിൽ പോകുമ്പോൾ എപ്പോഴും ഈ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞതിന് ശേഷം അവിടെ ബ്ലൂ ഷൂസ്, അതായത് ഇവിടെ നമുക്കറിയാമല്ലോ ആൺകുട്ടിയാണെങ്കിൽ എല്ലാം ബ്ലൂ കളർ ആക്സസറീസ്, പെൺകുട്ടിയാണെങ്കിൽ പിങ്ക്. അപ്പോൾ എപ്പോഴും അവിടെ ഒരു ബ്ലൂ ഷൂസ് ഉണ്ടാവും. എന്നാൽ അവിടെ കുട്ടികളെ കണ്ടിട്ടില്ല ഞങ്ങൾ. എപ്പോഴും ഒരു പെയർ ഓഫ് ബ്ലൂ ഷൂസ് ഞങ്ങൾ ഇരിക്കുന്നതിൻ്റെ ബാക്കിൽ കാണാറുണ്ട്. അപ്പോൾ കിച്ചു എന്നോട് പറഞ്ഞു നമുക്ക് നോക്കണ്ട, പക്ഷേ നമുക്കതിൽ വിശ്വാസമുണ്ടല്ലോ, നമ്മൾ ഇനി അവിടെ ചെല്ലുമ്പോൾ ആ ബ്ലൂ ഷൂസ് അവിടെ ഇല്ലെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ആ ആളാണ് നമ്മുടെ വയറിൽ, ആ ബ്ലൂ ആണ് നമ്മുടെ ഉള്ളത്. അങ്ങനെ അങ്ങ് വിചാരിച്ച് ഞങ്ങൾ ഇറങ്ങി അമ്പലത്തിൽ പോയ സമയം അമ്പലത്തിൽ എന്തോ ഒരു റെനോവേഷൻ എന്തോ പെയിന്റിങ്ങും അതെല്ലാം ഉണ്ട്. അപ്പോൾ ഒബ്വിയസ്ലി എൻ്റെ മനസ്സിൽ എനിക്ക് ബോയ് ബേബീസിൻ്റെ അടുത്ത് ഒരു പ്രത്യേക അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അപ്പം എനിക്ക് ആഗ്രഹം ബോയ് ആവണമെന്നായിരുന്നു എന്നല്ല ആണ്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു അവിടെ ഉണ്ടെങ്കിൽ ഗേളായിരിക്കും, ഇല്ല എങ്കിൽ അത് മാറ്റി ദൈവം വയറി വെച്ചതായിരിക്കും എന്നുള്ള രീതിയിൽ ഞാൻ വെറുതെ ഇങ്ങനെ പറഞ്ഞു.
ശരി ആ തുണ്ട് തുറന്ന് നോക്കണ്ട, കാരണം നമ്മൾ അത്രയും ആ ഒരു ഡേക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്തിനാ അത് സ്പോയിൽ ചെയ്യുന്നത് വെച്ചാൽ കിച്ചുവിന്റെ തന്നെ അത് കൊടുത്തു, തുറന്ന് നോക്കണ്ട. ശരി, നമ്മൾ അവിടെ ചെന്നപ്പോൾ കിച്ചു പറഞ്ഞ പോലെ അവിടെ പെയിന്റിങ് എന്താ നടക്കുക. അപ്പോൾ ഒബ്വിയസ്ലി അവിടെ സാധനങ്ങളൊക്കെ അവർ ഒതുക്കി മാറ്റിയതുകൊണ്ടായിരിക്കാം ആ ഷൂ അവിടെ കണ്ടില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് കിച്ചു അവിടെ ഷൂ ഇല്ല. അപ്പോൾ ഇത് ബോയാണ്. എൻ്റെ മനസ്സിൽ എനിക്ക് അങ്ങനെ ആണ് വേണോ പെണ്ണ് വേണോ അങ്ങനെയൊന്നുമില്ല. പണ്ടൊക്കെ എനിക്ക് പെൺകുട്ടി എന്നൊക്കെ പറഞ്ഞുണ്ടായിരുന്നു. പിന്നെ എനിക്ക് അങ്ങനെ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. ആൺകുട്ടി അങ്ങനെ പ്രശ്നമൊന്നുമില്ല, ഹെൽത്തി ആവണം എന്നേ ഉള്ളൂ. പക്ഷേ ഇത് കൂടെ കണ്ടപ്പോൾ ഓക്കെ ആൺകുട്ടിയാണ് എന്നുള്ളൊരു രീതി എൻ്റെ മനസ്സിലും വന്നു. പിന്നെ ആ സ്ലിപ്പ് നോക്കണം. പിന്നെ അത് മാത്രമല്ല, ആർച്ചയുടെ ഫാമിലിയുടെ സൈഡിൽ നിന്ന് എല്ലാവരും പറഞ്ഞ് പെൺകുട്ടിയാണ്. ഇവിടെ പക്ഷെ അപ്പൊ എനിക്കൊരു ആൺകുട്ടിയാ ആൺകുട്ടിയാ. അതുകൊണ്ടേട്ടാ അവിടെ എൻ്റെ പ്രത്യേകിച്ച് അങ്ങനെയല്ല, വാശിയല്ല, ജസ്റ്റ് കളിക്ക്. പ്രത്യേകിച്ച് അമ്മൂമ്മയൊക്കെ എന്ന് വെച്ചാൽ നാട്ടിലൊക്കെ പറയുമായിരുന്നു പ്രഗ്നൻസി സമയത്ത് ഇച്ചിരി ഭംഗി വെച്ച് കഴിഞ്ഞാൽ, ലൈക്ക് കുറച്ച് മണ്ണൊക്കെ വെച്ച് ഇച്ചിരി ഭംഗിയൊക്കെ വെച്ചാൽ ഐശ്വര്യം വന്നതിനെ പെൺകുട്ടി, നമ്മൾ ക്ഷീണിച്ച ആൺകുട്ടി എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ നന്നായിട്ടായിരുന്നേ. അപ്പം അതുകൊണ്ടായിരിക്കും എല്ലാവരും പെൺകുട്ടി എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ ഉള്ള ഞങ്ങൾ ഫ്രണ്ട്സ് ആയിക്കോട്ടെ എല്ലാവർക്കും ബോയ് മതി, കാരണം ഇവിടെ നന്ദു ക്രിക്കറ്റ് കളിക്കുന്ന കൂട്ടത്തില്ല. അപ്പം ഇവർക്ക് പെൺകുട്ടികളും ക്രിക്കറ്റ് കളിക്കും ഇല്ല എന്നല്ല, പക്ഷെ അവർക്ക് ആ ഒരു ഫ്രീഡത്തിൽ അവർ പറഞ്ഞു ബോയ് മതി. എന്നിട്ട് അവർ പറഞ്ഞു ഇതൊന്ന് ലെഫ്റ്റ് ആം സ്പിന്നർ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അപ്പോഴേ അവർ തുടങ്ങി, അവർക്ക് എല്ലാവർക്കും ബോയ് മതി. എന്നിട്ട് അപ്പം ഞാൻ ജെൻഡർ റിവീലിന് തലേദിവസമൊക്കെ എല്ലാവരോടും പറഞ്ഞു ആരെങ്കിലുമൊക്കെ പിങ്കിനെ സപ്പോർട്ട് ചെയ്ത് വരണേ, കാരണം എനിക്ക് ഗേൾ ബേബി ആണെങ്കിൽ അത് സെലിബ്രേറ്റ് ചെയ്യാൻ ആൾക്കാരുണ്ടാവില്ലല്ലോ. അങ്ങനെ കുറച്ച് പേര് ബോയ് വേണമെന്ന് ആഗ്രഹിച്ചിട്ട് പോലും പിങ്കൊക്കെ ഇട്ടുകൊണ്ട് വന്നു. അങ്ങനെ അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഫുൾ ഗേൾ ആയിരിക്കും. കിച്ചുവിൻ്റെ അവിടെ നിന്ന് കിച്ചു ഞാനും ഒക്കെ പറഞ്ഞു ബോയ് ആയിരിക്കും. ആ രീതിയിൽ തന്നെ. പിന്നെ ടെമ്പിളിൽ നിന്ന് തൊഴുതിറങ്ങി ആ സ്ലിപ്പ് കൊണ്ടുവന്ന് എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് പ്രദീപ് എന്ന് പറഞ്ഞ ഫ്രണ്ടിനെ ഏൽപ്പിച്ചു. അവനൊരു ജസ്റ്റ് ഒരു ചെറിയൊരു ടീം കോർഡിനേറ്റ് ചെയ്തുണ്ടാക്കി നമ്മൾ നല്ല രീതിയിൽ അവര് ജെൻഡർ റിവീൽ നല്ല സൂപ്പർ ആയിട്ട്. പിന്നെ കേക്ക് ചെയ്തത് എൻ്റെ ഫ്രണ്ട് മീനാക്ഷിയാണ്. നമുക്ക് സ്ലിപ്പ് തന്നത് കിച്ചു മീനാക്ഷിക്കും കൊടുത്തു. മെയിൻ ആയിട്ട് ഡോക്ടർ തന്ന സ്ലിപ്പ് പ്രദീപ് ജനു അവരുടെ കൊടുത്തു. അങ്ങനെയാണ് ചെയ്തത്. ഈ ഒളിപ്പിച്ച് വെച്ചത് എനിക്ക് എവിടെയാണെന്ന് അറിയില്ല, അതാണ് കിച്ചു മീനാക്ഷിക്ക് കൊടുത്തത്. നമ്മൾ എല്ലാ ദിവസവും തൊഴുന്ന ദൈവത്തിന്റെ ബാക്കിൽ തന്നെ കൊണ്ടുവന്ന് വെച്ചിരുന്നു. അമ്പ എടുക്കാനായിട്ട് തോന്നൂലല്ലോ എന്ന് വിചാരിച്ച് അതിന്റെ ബാക്കിൽ തന്നെ ഞാൻ വിചാരിച്ചു നമ്മുടെ ബെഡ്റൂമിന്റെ അതിന്റെ ബാക്കിൽ കൊണ്ടുവന്ന് വെച്ച് എന്നിട്ട് രണ്ടുപേർക്കും കൊടുത്തു എന്ന് വെച്ചാൽ കേക്ക് ഉണ്ടാക്കാനായിട്ട്. എന്നിട്ട് ഇവർ തമ്മിലും കോർഡിനേറ്റ് ചെയ്യാൻ ഞങ്ങൾ പറഞ്ഞു, കാരണം ഒന്ന് നമുക്ക് ടെക്നീഷ്യൻ തന്ന സ്ലിപ്പും ഒന്ന് നമ്മുടെ ഫാമിലി ഡോക്ടർ തന്നതാ. ഇനി വ്യത്യാസം വല്ലതും ഉണ്ടോ എന്ന് അറിയാനായിട്ട് ഞാൻ ഒരാളോട് രണ്ടുപേരോട് ഇങ്ങനെ തമ്മിൽ അവരോട് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ജെൻഡർ റിവീൽ ഡേ ഭയങ്കര അടിപൊളിയായിരുന്നു, കാരണം ഞങ്ങളുടെ കൂട്ടത്തിലെ ഫസ്റ്റ് ജെൻഡർ റിവീലാണ്. അപ്പോൾ നമുക്കൊരു ഐഡിയ ഇല്ല എന്താന്ന് ഇത് നടത്തുന്നത്. സമ്മറല്ല, സ്പ്രിംഗ്, ഈ ഒരു സമയത്ത് May 11, 2024 May 11, 2024 നമ്മുടെ ഒരു സാറ്റർഡേ ആയിരുന്നു ജെൻഡർ റിവീൽ. കാരണം എൻ്റെ ഡെലിവറി ഡ്യൂ ഡേറ്റ് വരുന്ന ജൂലൈയിലാണ്. അപ്പോൾ അതുവരെ നമുക്ക് ജെൻഡർ അറിഞ്ഞാലല്ലേ ബാക്കി സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റത്തുള്ളൂ. അതുമല്ല വീട്ടിൽ നിന്നൊക്കെ പറയുവാണ് സ്ലിപ്പ് കിട്ടിയിട്ട് നിങ്ങൾ തുറന്നു നോക്കിയില്ല, അവർ വിശ്വസിക്കുന്നില്ല ഞങ്ങൾ തുറന്നു നോക്കിയില്ല എന്ന്. അപ്പോൾ ഞങ്ങൾ പറയുന്നുണ്ട് ഞങ്ങൾ തുറന്നു നോക്കിയാൽ ഞങ്ങൾ ഇത്രയും കാശ് മുടക്കി ഒരു ജെൻഡർ റിവീൽ വെക്കുമോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങളൊരു സ്പ്രിംഗ് ആവാൻ വെയിറ്റ് ചെയ്തു, കാരണം അറ്റ്ലീസ്റ്റ് ഈ ഒരു ക്ലൈമറ്റ് ഒന്നും ഇല്ലെങ്കിൽ ആർക്കും ഔട്ട്ഡോർ എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഈ ഒരു സമയത്ത് ഞങ്ങൾ ജെൻഡർ റിവീൽ വെച്ചു. ബോയ്യാന്ന് പറഞ്ഞു, ഭയങ്കര സന്തോഷം. ഗേളാണെങ്കിലും ഉറപ്പായിട്ടും ഭയങ്കര സന്തോഷമായേനെ. പക്ഷേ എനിക്കത് എക്സ്പെക്ട് ചെയ്ത കാര്യം തന്നെ. അപ്പോൾ തന്നെ കിച്ചു അമ്മമ്മയൊക്കെ വിളിച്ച് പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ എന്നങ്ങനെ ബെറ്റൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇവർ 500 രൂപയൊക്കെ ബെറ്റൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഭയങ്കര സന്തോഷം. അങ്ങനെ ആയി. ഡാൻസ് പരിപാടിയൊക്കെ കഴിഞ്ഞു. ഭയങ്കര സ്മൂത്തായിരുന്നു. എൻ്റെ സെക്കൻഡ് ട്രൈമസ്റ്റർ ഇത് നടക്കുന്ന എൻ്റെ 7th മന്തിലാണ്. തേർഡ് ട്രൈമസ്റ്ററും അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല. എനിക്ക് അത്യാവശ്യം നല്ല വയറൊക്കെ ഉണ്ടായിരുന്നേ. എന്നിട്ട് ഈ അനോമലി സ്കാൻ കഴിഞ്ഞ് ഒരെണ്ണം നമ്മൾ വിട്ടുപോയി. ഇത് കഴിഞ്ഞിട്ടാണ് ഷുഗർ ടെസ്റ്റ് വരുന്നത്. അപ്പോൾ ഷുഗറിന് കിച്ചും ബാക്കിയുള്ളവരൊക്കെ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു, കാരണം ഞാൻ മധുരം കഴിക്കുന്ന ആളല്ല. എനിക്ക് ഡയറ്റൊന്നുമല്ല, എനിക്കിഷ്ടമല്ല. ഇൻഫാക്ട് നാട്ടിൽ വെച്ച് ഞാൻ ഒട്ടുമേ കഴിക്കില്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം കിച്ചുവിൻ്റെ കൂടെ കൂടിയിട്ട് ഞാൻ ഐസ്ക്രീം കഴിക്കാൻ തുടങ്ങി. കഴിക്കാറുണ്ട് കിച്ചു നന്നായിട്ട് കഴിക്കും ഞാൻ. പക്ഷേ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ ഇപ്പം മുട്ടായൊക്കെ ഞാൻ കഴിക്കും. അപ്പോൾ ഇവരൊക്കെ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു, നിനക്ക് ഷുഗറൊന്നും വരില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ അപ്പോഴും എനിക്കറിയാം ജസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ലൈക്ക് നമ്മളിപ്പോൾ ഷുഗർ കഴിച്ചാൽ വരുന്ന സാധനമല്ല ജസ്റ്റേഷണൽ ഡയബറ്റീസ്. ഹെറിഡിറ്ററി പ്ലാസൻ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ എനിക്കറിയാം നമ്മൾ കഴിക്കുന്നതായിട്ട് യാതൊരു ബന്ധമില്ലെന്ന്, കാരണം എൻ്റെ കൂടെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് പ്രഗ്നൻ്റ് ആയിരുന്നു, 2 months ഫ്രണ്ടിലായിരുന്നു. അപ്പോൾ അവൾ ഷുഗർ നന്നായിട്ട് കഴിക്കും, പക്ഷെ അവൾക്ക് ഷുഗർ ഉണ്ടായിരുന്നില്ല. അപ്പോഴേ എനിക്കറിയായിരുന്നു ഷുഗർ കഴിക്കാത്ത എനിക്ക് എന്തായാലും ഷുഗർ ഉണ്ടാവും. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഷുഗർ ഉണ്ടായിരുന്നല്ല, അതൊരു ബോർഡർ ലൈൻ. പക്ഷെ അത് ഇവർക്കൊരു ബിസിനസ് ആയതുകൊണ്ട് ഇവർ നെക്സ്റ്റ് എൻഡോക്രൈനോളജിസ്റ്റിനെ ഡയറ്റീഷ്യൻ്റെ അടുത്തോട്ട് വിട്ടു.
അത് എനിക്ക് ഭയങ്കര ഈ മറ്റേ സ്പോട്ടിങ് വന്ന സമയത്തുണ്ടായിരുന്ന ഒരു വിഷമം പോലെ എനിക്ക് ഞാൻ വിഷമിച്ച ഒരു സമയം. ഒന്നുമല്ല, കുറച്ച് ഡയറ്റ് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ചാർട്ട് അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ. പക്ഷെ എന്നോട് മുട്ടായി കഴിക്കരുത്, അങ്ങനത്തെ കുറെ എന്തെങ്കിലും കഴിക്കരുത് കഴിക്കരുതെന്ന് പറയുമ്പോൾ നമുക്കത് കഴിക്കാൻ തോന്നുമല്ലോ. പ്രത്യേകിച്ച് പ്രഗ്നന്റ് ആണ്, ഈ സമയത്തല്ലേ നമുക്ക് ക്രേവിങ്സ് വരിക. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, എല്ലാ ദിവസവും മോർണിംഗ് എണീറ്റ് 4 പ്രാവശ്യം ടെസ്റ്റ് ചെയ്യണം. ഫാസ്റ്റിംഗ്, ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ്, ആഫ്റ്റർ ലഞ്ച്, ആഫ്റ്റർ ഡിന്നർ, എല്ലാ പ്രാവശ്യവും ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അത് കറക്റ്റ് ആയിട്ട് റെക്കോർഡും ചെയ്ത് ഡോക്ടറിന് കോളുണ്ട്. ഈ 3 വിരൽ 2 കൈയുടെയും ഫുള്ളി പോയി. അത് അന്നൊക്കെ ഇതൊന്നും വീട്ടുകാർക്ക് അങ്ങനെ അറിയില്ല, കാരണം അവരോട് നമ്മൾ മിക്ക കാര്യങ്ങളും ഇത്ര ഇൻറ്റൻസിറ്റിയിൽ നമ്മൾ വീട്ടിൽ പറഞ്ഞിട്ടില്ല. കാരണം ഒന്നാമത് അവർ നാട്ടിലാണ്, എന്തിനു വെറുതെ ടെൻഷൻ അടുപ്പിക്കുന്നു. നമുക്കിവിടെ നമ്മൾ ഒരാളോട് അങ്ങനെ ടെൻഷൻ അടുപ്പിച്ച് നമുക്ക് പ്രത്യേകിച്ചൊന്നും നേടാനില്ലല്ലോ, നമ്മളതിനെ ഹാൻഡിൽ ചെയ്ത് പോവുക. അപ്പോൾ ഇത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് തന്നെ ഇപ്പം ആലോചിക്കുമ്പോൾ ഓക്കെ, ഇറ്റ് വാസ് ഓക്കെ. പക്ഷേ എനിക്കത് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരുന്നു. കാരണം ഫാസ്റ്റിംഗ് കഴിഞ്ഞ് കൂടുമോ എന്നുള്ള ടെൻഷൻ, നടക്കണോ എക്സ്ട്രാ, പിന്നെ ഒന്നും എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റുന്നില്ല. കാരണം എനിക്ക് മസാല ദോശയൊന്നുമല്ല ക്രേവ് ചെയ്തുകൊണ്ടിരുന്നത്, എനിക്ക് ചായ, എന്നും ചായ വേണമെന്ന് തോന്നും, പഞ്ചസാര ഇട്ടിട്ട്. മുട്ടായി ഇടയ്ക്ക് കഴിക്കണം തോന്നും. പിന്നെ ഈ മധുരം കഴിച്ചാൽ മാത്രമല്ല ഷുഗർ കൂടുന്നത്, ഓയിലി ആയിട്ടുള്ള ഫുഡ് കഴിച്ചാൽ നമുക്ക് ഷുഗർ കൂടും. അപ്പോൾ ഫ്രൈ ഒക്കെ കുറയ്ക്കുമ്പം അതുവരെ ഇല്ലായിരുന്നു, പക്ഷേ കഴിക്കരുതെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര വിഷമം. എനിക്ക് ഓർമ്മയുടെ വാൾമാർട്ടിൽ ആ അയലിൽ ഞാൻ കരഞ്ഞു. എനിക്ക് ഇതൊന്നും കഴിക്കാൻ ഇനി പറ്റത്തില്ലേ, അങ്ങനെ ഞാൻ കരഞ്ഞു. എനിക്ക് ഭയങ്കര വിഷമമായി. എന്നിട്ട് പിന്നെ വേറൊരു കാര്യം, ഈ ടെസ്റ്റ് നടത്തേണ്ടിയിരുന്നത് 20 to 24th വീക്കിൻ്റെ ഉള്ളിലാണ്. ഞാനിത് ചെയ്യുന്നത് 24th വീക്കിലാണ്. അതെൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു മിസ്റ്റേക്കാണ്. കാരണം ആ 20th വീക്ക് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഷുഗർ ഉണ്ടാവില്ലായിരുന്നു. ഓരോ വീക്ക് കഴിയും തോറും നമുക്കുള്ള ഷുഗർ ലെവൽ കൂടിക്കൊണ്ടിരിക്കും. അതെൻ്റെ ഒരു മിസ്റ്റേക്കാണ്. ഞാൻ എന്തോ മടിച്ചിട്ട് അങ്ങോട്ടേക്ക് ആക്കിയതാണ്. 24th വീക്ക് ചെയ്ത് എനിക്ക് അതിൻ്റെ ഭയങ്കര വിയേർഡായിട്ടുള്ള സാധനമാണ്. ലൈക്ക് ഒരു ഗ്ലൂക്കോസ് സൊല്യൂഷൻ തരും. പേരിന് ഗ്ലൂക്കോസ് ഉണ്ട്, പക്ഷെ നല്ല വൃത്തികെട്ട ഒരു സംഭവമാണ്. അത് എന്തോ ഒരു ഫ്ലേവേർഡാണ്. പക്ഷേ എനിക്കൊന്നത് മധുരം കൂടി ഇഷ്ടമല്ലാത്തതുകൊണ്ട് നമുക്ക് ഒട്ടുമേ പറ്റത്തില്ല. 1 മിനിറ്റിൽ നമ്മളത് കുടിച്ച് തീർക്കണം. കുടിച്ച് തീർത്തിട്ട് അവർ ആ ടൈം നോക്കും. എന്നിട്ട് വിത്തിൻ 1 hour അത് കുടിച്ച് കഴിഞ്ഞിട്ട് 1 hour കഴിഞ്ഞിട്ട് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യും. അങ്ങനെയാണ് സംഭവം. എന്നിട്ട് 2 hour കഴിഞ്ഞിട്ടും ടെസ്റ്റ് ചെയ്യും. അതായത് ഇപ്പോൾ ഞാൻ 9 മണിക്ക് അത് കുടിക്കുന്നതെങ്കിൽ 10 മണിക്കൊരു ടെസ്റ്റ് ഉണ്ട്, ബ്ലഡ് ടെസ്റ്റ്. 11 മണിക്കും ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്. അവർ ഒരുപാട് ബോട്ടിൽസിലെടുക്കും. അത് ഒന്നത് പ്രഗ്നൻ്റൊക്കെ ആയിരിക്കുമ്പോൾ നമ്മൾ ഒന്നത് എന്താ പറയുക, ഫുഡൊന്നും അത്ര നന്നായിട്ട് കഴിക്കാത്തപ്പോൾ നമുക്ക് ബ്ലഡൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അല്ല, അത് 2ാമത്തെ പ്രാവശ്യമായിരുന്നു. ആദ്യത്തെ പ്രാവശ്യം 1 hour കഴിഞ്ഞിട്ടും 2 hour കഴിഞ്ഞിട്ടും. അപ്പോഴെൻ്റെ മനസ്സിൽ ഭയങ്കര ടെൻഷനാണ്. എനിക്കറിയില്ല, എനിക്കൊരു ഇൻറ്റ്യൂഷൻ പോലെ വരുന്ന കാര്യങ്ങൾ. എനിക്കിപ്പോൾ അത് മോൻ്റെ കാര്യത്തിലാണെങ്കിലും ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ സത്യമായിട്ട് വരും. ലൈക്ക് ഞാൻ എന്തെങ്കിലും ഇത് ഉണ്ടാവുമോ എന്ന് വിചാരിച്ചാൽ വരും. അത് മോന് പനി വരുന്നതിൻ്റെ തലേദിവസം തന്നെ എൻ്റെ മനസ്സിലിങ്ങനെ ഉണ്ടാവും, അവന് പനി എന്തോ ഉണ്ടല്ലോ, അപ്പോൾ അടുത്ത ദിവസം അവന് പനിയായിരിക്കും. അങ്ങനെ എനിക്കുണ്ട്. അപ്പോൾ അന്ന് എനിക്കിങ്ങനെ ഷുഗർ ഉണ്ടാവും എന്നെൻ്റെ ഒരു മനസ്സിൽ വന്നു. അപ്പോൾ റിസൾട്ട് നമുക്ക് ഓൺലൈൻ തന്നെ കാണാൻ പറ്റി. ഷുഗർ ടെസ്റ്റിൻ്റെ ഫസ്റ്റ് അവർ, ഇത് ടെസ്റ്റ് പാസ് ഓർ ഫെയിൽ എന്നാണ് പറയണത്. ഫസ്റ്റ് അവർ ഞാൻ ഫെയിലായി. ബോർഡർ, അതായത് എനിക്ക് തോന്നുന്നു 11.3 വരെ വരാവുള്ളൂ. എനിക്ക് 11.3 11.4 അങ്ങനെ എന്തോ ആയിരുന്നു. 2 hour കഴിഞ്ഞിട്ടുള്ളതിന് ഞാൻ പാസ്സായി. കുഴപ്പമൊന്നുമില്ല. അതായത് എൻ്റെ ഷുഗർ ബ്രേക്ക് ഡൗൺ ഫസ്റ്റ് അവറിൽ അത്രത്തോളം നടക്കുന്നില്ല. 2 hour കഴിഞ്ഞ് ഓക്കെ. പക്ഷെ അത് നാട്ടിലൊക്കെ ആണെങ്കിൽ അത് ഓക്കെ ആണ്. ഇതേ ലെവലുള്ള എൻ്റെ വേറെ ഫ്രണ്ടിന് അവർക്ക് ഒന്നും പറഞ്ഞില്ല. ടെസ്റ്റ് സെന്റർ അനുസരിച്ച് അവരുടെ ന്യൂമറിക്കൽ ഇതും മാറും. ഇതായിരിക്കും ബോർഡർ ലൈൻ വെച്ചിരിക്കുന്നത് 11.3 ആയിരിക്കും വെച്ചിരിക്കുന്നത്, ചിലവർ വെച്ചിരിക്കുന്നത് 11.5 ആയിരിക്കും വെച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെത് ഒരിക്കലും ഒരു ഭയങ്കരമായ ഒരു ജസ്റ്റേഷണൽ ഡയബറ്റീസ് അല്ല. പക്ഷേ എനിക്ക് ഡോക്ടറിൻ്റെ അവിടെ നിന്ന് കോൾ വന്നു, ഇങ്ങനെ ജസ്റ്റൽ ഡയബറ്റീസ് ഉണ്ട്, അപ്പോൾ റീടെസ്റ്റിന് പറഞ്ഞു. അതായത് ഒരു പ്രാവശ്യം കൂടെ ഞാനിത് ചെയ്യണം, ഒന്നും കൂടെ ചെയ്യണം. അത് വേസ്റ്റ് ടൈം, അതായത് നമ്മൾ ഫാസ്റ്റിംഗ് പോയി ബ്ലഡ് കൊടുക്കണം, എന്നിട്ട് ഈ സൊല്യൂഷൻ കുടിക്കണം. ഒന്നും കുടിക്കാൻ പാടില്ല, നടക്കാൻ പാടില്ല. ലൈക്ക് നമ്മൾ കുടിച്ചിട്ട് അവിടെ തന്നെ ഇരിക്കണം. കാരണം കുറേ മെറ്റബോളിസം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഷുഗർ കുറയുമല്ലോ. യൂറിൻ പാസ് ചെയ്യാൻ പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല. അതെ. അപ്പോൾ നമ്മൾ ഫാസ്റ്റിംഗ് ബ്ലഡ് എടുക്കുക, ഇത് കുടിക്കുക, 1 hour കഴിഞ്ഞ് ടെസ്റ്റ് എടുക്കുക, പിന്നെ ഒരു 1 hour കഴിഞ്ഞ് ടെസ്റ്റ് എടുക്കാം. അതിൻ്റെ റിസൾട്ട് വന്നു. ഫാസ്റ്റിംഗ് ഓക്കെയാണ്, 2 hour കഴിഞ്ഞിട്ടുള്ളത് ഓക്കെയാണ്, ഈ 1 hour കഴിഞ്ഞിട്ടുള്ളത് അഗെയിൻ ഓൺ ദ ബോർഡർ ലൈൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു, അപ്പോഴേ ഞാൻ കിച്ചുവിനോട് പറയാം, കാരണം ഞാൻ ബുക്ക് വായിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിൽ പറയുന്നുണ്ട് ബോർഡർ ലൈൻ ആണെങ്കിലും 4 പ്രാവശ്യം ടെസ്റ്റ് ചെയ്യേണ്ടി വരും. ഭയങ്കര ഓവറായിട്ടുള്ളവർക്കാണ് കൺട്രോളിൽ നിന്നില്ലെങ്കിൽ ഇൻസുലിനൊക്കെ എടുക്കേണ്ടി വരും. അപ്പോൾ എനിക്കറിയാമായിരുന്നു ഇൻസുലിനൊന്നും പോകത്തില്ല, പക്ഷേ ഈ ടെസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോഴും കിച്ചു അമ്മയൊക്കെ പറയുന്നുണ്ട് ഈ ഒന്നും പറയത്തൊന്നുമില്ല, ഡയറ്റ് നോക്കാനേ പറയത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇല്ല, ബുക്കിൽ അങ്ങനെയാണ് കിച്ചു പറയുന്നത്, അതുപോലെ ഉണ്ടാവുള്ളൂ. സെയിം കാര്യം ഡോക്ടർ പറഞ്ഞു, ഇങ്ങനെയാണ് 4 പ്രാവശ്യം ടെസ്റ്റ് ചെയ്യണം.
ഡയറ്റീഷ്യനിലേക്ക് റെഫർ ചെയ്യാം, എൻഡോക്രൈനോളജിനോടും റെഫർ ചെയ്യാമെന്ന് പറഞ്ഞു. ബാക്കി കാര്യങ്ങളാണ് ഞങ്ങൾ പറഞ്ഞത്, ഈ ഡയറ്റും കാര്യങ്ങൾ. അപ്പോൾ ഇതിങ്ങനെ കുത്തി എനിക്കത് കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ 24th വീക്കിലാണ് ഞാൻ എൻ്റെ ആദ്യത്തെ ഷുഗർ ടെസ്റ്റ് ചെയ്തത്. അത് കഴിഞ്ഞ് എനിക്ക് റീടെസ്റ്റ് പറഞ്ഞ് ഞാൻ ചെയ്യുന്നത് 26th വീക്കിലാണ്. ഇതിൻ്റെയൊക്കെ റിസൾട്ട് വന്നിട്ട് എനിക്ക് ടെസ്റ്റ് തുടങ്ങുന്നത് 28th വീക്കിലാണ്. അപ്പോൾ കിച്ചു എന്നോട് പറഞ്ഞു, എടി 28th വീക്കായി, ഇനി ഒരു 12 ആഴ്ചയുടെ കാര്യം, 3 മാസത്തെ കാര്യം, അതിൽ ലാസ്റ്റ് മന്ത് നീ വിട്, നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ അതങ്ങ് പോകും, 2 മാസം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ. പിന്നെ ഞാൻ അങ്ങനെ ഭയങ്കര ഡയറ്റൊന്നും അല്ല, കാരണം ഞാൻ അല്ലെങ്കിലും അങ്ങനെ ആദ്യം കുറച്ച് ദിവസം നമ്മൾ ഒരു വീക്ക് നമ്മൾ ഭയങ്കരമായിട്ട് കെയർ ചെയ്തു. പക്ഷെ അങ്ങനെ ചെയ്തപ്പോൾ എൻ്റെ വെയിറ്റിനൊക്കെ പ്രശ്നം വരാൻ തുടങ്ങി. പിന്നെ നമ്മളത് കെയർ ഫ്രീ ആയിട്ട് ഓക്കെ സ്കിപ്പ്, ഓക്കെ ഇപ്രാവശ്യം അങ്ങനെ കഴിച്ചെന്ന് പറഞ്ഞ പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ നമ്മൾ അഡ്വൈസർ അല്ല കേട്ടോ, അങ്ങനെയൊന്നും ചെയ്യണം എന്നല്ല ഞങ്ങൾ പറയണം. പക്ഷേ അങ്ങനെ ചെയ്തപ്പോഴും വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. ഞാനിപ്പോൾ ചോറ് കഴിച്ചിട്ട് ടെസ്റ്റ് ചെയ്താൽ പോലും എനിക്ക് അങ്ങനെ കൂടിയിട്ടില്ല. എത്രയൊക്കെ ആണെങ്കിലും എനിക്ക് അവർ പറഞ്ഞ ലെവലിൽ നിന്ന് ഒരിക്കലും എൻ്റെ ടെസ്റ്റ് കൂടുതലുള്ള ഒരു കൺസേൺ എന്ന് പറഞ്ഞാൽ ഗസ്റ്റേഷൻ ഡയബറ്റീസ് ഉണ്ടെങ്കിൽ ബേബി കുറച്ച് ഭയങ്കര വലുതാവാന്ന്, പ്രത്യേകിച്ച് എനിക്ക് നല്ല വയറുണ്ടായിരുന്നു. അപ്പൊ നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്തു ഭയങ്കര വലിയ ബേബി ആയിരിക്കും വരുന്നത്, അതുകൊണ്ട് ഡെലിവറി ഒക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അതായിരുന്നു ഒരു കൺസേൺ. അത് ഭയങ്കര വലുതാവണമെങ്കിൽ അവർ സി സെക്ഷനിലോട്ട് അത് മാത്രമല്ല ഭയങ്കര വലുതാവുക പറഞ്ഞാൽ ഈ ബ്രോഡ് ആവുക ബേബി. ഇത് കൂടുമ്പോൾ അവർക്ക് ഈ നമ്മുടെ വെജനിൽ കൂടെ വരുമ്പോൾ ഈ ബ്രേക്ക് ആവാൻ പറ്റത്തില്ല, അപ്പൊ ഇത് ബ്രേക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ കുറച്ച് കോംപ്ലിക്കേഷൻസ് ആണ് അവർ ജസ്റ്റേഷണൽ ഡയബറ്റീസിന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ പിടിച്ച് അവർ സി സെക്ഷൻ ചെയ്യത്തില്ല. എസ്പെഷ്യലി ഫോർ ദ ഫസ്റ്റ് ഡെലിവറി അവർ മാക്സിമം വജനൽ ഡെലിവറിക്കാണ് അവർ മാക്സിമം നോക്കുക. വജനൽ ഡെലിവറി പറ്റില്ല, അത്രയ്ക്ക് അമ്മയ്ക്കോ കുഞ്ഞിനോ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അവർ സി സെക്ഷനിലോട്ട് പോകത്തുള്ളൂ. അപ്പം പൊതുവെ നാട്ടിലൊക്കെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടല്ലോ, സി സെക്ഷൻ എന്തോ ഇതാണെന്ന്. പക്ഷേ ഞങ്ങൾ അങ്ങനെ ഒരു അഭിപ്രായം ഉള്ളവരല്ല, ഞങ്ങൾ സി സെക്ഷൻ മതി എന്ന് പറഞ്ഞിരുന്നവരാണ്. കാരണം ഞങ്ങളുടെ കൂടെ ആ പാരലലി കഴിഞ്ഞ ഡെലിവറി എല്ലാവർക്കും സി സെക്ഷൻ ആയിരുന്നു. അപ്പം ഞാനും എക്സ്പെക്റ്റ് ചെയ്തിരുന്ന അതാണ്. അപ്പം ഞങ്ങൾ ഡോക്ടറിനോട് അങ്ങോട്ട് പറഞ്ഞു, ഇങ്ങനെ ഷുഗറൊക്കെ ഉള്ളതുകൊണ്ട് ഡോക്ടർ റിസ്ക് എടുക്കണ്ട, സി സെക്ഷൻ ആണെങ്കിൽ ഞങ്ങൾക്ക് ഓക്കെയാണ്. കാരണം ഡോക്ടർ വിചാരിച്ചാലോ ഞങ്ങൾക്ക് ഇനി സി സെക്ഷൻ ബുദ്ധിമുട്ടായതുകൊണ്ട് വജൈനൽ ഡെലിവറി നമ്മളോട് അങ്ങനെയല്ല. ഡോക്ടർ OBI അത് വെച്ചാൽ ഞങ്ങൾക്ക് 20th വീക്ക് കഴിയുമ്പോഴാണ് നമുക്ക് ഗൈനക്കോളജിസ്റ്റ്, അതായത് OB എന്ന് ഇവിടെ പറയാം. പക്ഷെ നമ്മൾ നിയറസ്റ്റ് ഹോസ്പിറ്റൽ നമുക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്, നമ്മളെ ഫാമിലി ഡോക്ടറിന്റെ അടുത്ത് റെഫർ ചെയ്യാനായിട്ട് പറയാൻ പറ്റും, ഇന്ന ഡോക്ടർ മതി, ഇന്ന ഹോസ്പിറ്റലിൽ ഇന്ന ഡോക്ടർ മതി എന്ന് പറയാൻ. ഗൂഗിൾ റിവ്യൂസ് നോക്കിയും പിന്നെ അല്ലാതെ പേഴ്സണലി അറിയാന്നുള്ളവരുടെ പിന്നെ വീട്ടിൽ നിന്നുള്ള ദൂരമൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ഒരു ഡോക്ടറിനെ കൊടുത്തു. അവിടുന്ന് കുറച്ച് സ്ഥലത്ത് നിന്ന് റിജക്ഷൻ വന്നു. പിന്നെ നമുക്ക് ബേസിക്കലി നമ്മളെ വീടിന്റെ തൊട്ടടുത്താണ് മറ്റേ ബ്രാംപ്ടൺ ബാഡ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് നമ്മൾ അതിനെ അങ്ങോട്ട് പോകുന്നില്ല. നമുക്ക് നല്ലൊരു ഹോസ്പിറ്റലിൽ തന്നെ പോവാം, ബിക്കോസ് എന്തായാലും ഫ്രീ ആണ്, ഇവിടുത്തെ മെഡിക്കൽ സിസ്റ്റം ഫ്രീ ആണ്. അപ്പം ബാക്കി വരുന്നത് നമുക്ക് അങ്ങനെ നമുക്ക് എന്തായാലും എല്ലാം 20 മിനിറ്റ്സ് ഇതേ ഉള്ളൂ. അപ്പം നമ്മൾ മിസ്സാഗ ഹോസ്പിറ്റലിലോട്ട് നമ്മൾ ട്രില്ലിയം ഹെൽത്തിലോട്ട് നമ്മൾ അവിടുത്തെ ഒരു OB-നെ റെഫർ ചെയ്യാനായിട്ടുള്ള ഇത് ഇത് റിജക്റ്റ് ആവുന്ന വേറൊന്നും അല്ല കേട്ടോ. ഇവിടെ നമ്മൾ നാട്ടിലെ പോലെ ഒരു ഡോക്ടറിന് തന്നെ ഒത്തിരി പേഷ്യൻസ് ആ ഒരു കൺസെപ്റ്റ് അല്ല. ഇപ്പം എൻ്റെ ഡ്യൂ ഡേറ്റ് ജൂലൈ ആണെങ്കിൽ ആ ഡോക്ടറിന് ജൂലൈയിൽ ഡെലിവറി ആവുന്ന കുറച്ച് സെറ്റ് ഓഫ് പേഷ്യൻസേ അവർ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അത് തന്നെയാണ് നമുക്ക് നല്ലത്, അപ്പോഴേ ഇൻഡിവിജ്വൽ കെയർ കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു ദിവസം തന്നെ ഒരു 10 പേര് ഡെലിവറി ആവുകയാണെങ്കിൽ പേഷ്യൻസിന് എന്തോരം ബുദ്ധി സ്ട്രെസ്സാണ്. പിന്നെ അത് മാത്രമല്ല നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളെ OB ആയിരിക്കത്തില്ല നമ്മളെ ഡെലിവറി എടുക്കുന്ന ടൈമിലുണ്ടാവുക. അപ്പം അപ്പം അവിടെ ഉള്ള പ്രാക്ടീഷണർ OBs എല്ലാ OBസും നല്ലൊരു ഹോസ്പിറ്റൽ നമുക്ക് കണ്ടത് മിസ്സാഗ ഹോസ്പിറ്റൽ. അത് മാത്രമല്ല നല്ല ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റലും വേണമല്ലോ. നമ്മൾ ആ ഡോക്ടർ മാത്രം നല്ലത് നോക്കി നമ്മൾ ചൂസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഞങ്ങൾ അവസാനം വേറൊരു ഡോക്ടറിന് അടുത്ത് കൊടുത്തപ്പോൾ താങ്ക്ഫുള്ളി ഞങ്ങൾക്ക് അവിടെ നിന്ന് ഓക്കെ ആണെന്ന് പറഞ്ഞു. അതിനുശേഷമാണ് ഞങ്ങൾ ഗൈനക്കോളജിനെ കാണാൻ തുടങ്ങിയത്. അതിനുശേഷമാണ് ഈ ഷുഗർ ടെസ്റ്റും കാര്യങ്ങളൊക്കെ. പ്രൊസീജിയറൊക്കെ ഫാമിലി ഡോക്ടറിൻ്റെ അവിടെയും ഇവിടെയൊക്കെ സെയിമാണ്. ലൈക്ക് പ്രഷർ നോക്കുന്നു, ഞങ്ങളുടെ വെയിറ്റ് നോക്കുന്നു. വെയിറ്റിൻ്റെ കാര്യം പറഞ്ഞാൽ എനിക്ക് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ വെയിറ്റ് ഇങ്ങനെ കുത്തനെ താഴോട്ട് പോയി. കാരണം മൂഡിൻ്റെ കാര്യങ്ങളൊക്കെ ആയിരിക്കാം, നോസിയ അതൊക്കെ ആയിരിക്കാം. അത് ഞാൻ പ്രഗ്നൻസി സമയത്ത് 53 ഉണ്ടായിരുന്നു. ഞാൻ 50.5 ഡെലിവറി സമയത്തൊന്നും പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞ ആ ദിവസം എനിക്ക് ചെക്ക് ചെയ്തപ്പോൾ 53 ആയിരുന്നു. എന്നിട്ട് ഫസ്റ്റ് ട്രൈമസ്റ്റർ കഴിഞ്ഞപ്പോൾ ഞാൻ 50.5 താഴ്ന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തെങ്കിലും കഴിച്ച് കൂട്ടിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ അവക്കാഡോ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കഴിച്ച് അതുകൊണ്ടാണോ അതോ നോർമലി കൂടുന്നതാണോ എന്ന് അറിയണം. പിന്നെ ഞാൻ ഹെൽത്തി വെയിറ്റ് ഗെയിനിലേക്ക് വന്നു. അതൊക്കെ കഴിഞ്ഞു. ബാക്കിയെല്ലാം സ്മൂത്തായിട്ടൊക്കെ പോയി. ഷുഗർ ടെസ്റ്റും പാരലലി നടന്നു. ഓൺ കൺട്രോളാണ്. വീക്ക്ലി നമുക്ക് കോൾസ് ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞ സമയത്ത് നമ്മൾ വീക്കെൻഡ്സ് ആണെങ്കിൽ എനിക്ക് ക്രിക്കറ്റ് മാച്ചസും ടൂർണമെൻറ്റ്സ് ഒക്കെ ഉള്ള സമയത്ത് എൻ്റെ കൂടെ ആർച്ചയും വരും. നമ്മൾ ഒരുമിച്ച് ഒരു എല്ലാ സമ്മറും പോകുന്ന കണക്ക് തന്നെ അങ്ങനെ പോയി. അതങ്ങനെ കഴിഞ്ഞ് പോയി. നമ്മൾ നയാഗ്ര പോയി, നമ്മൾ Airbnb സ്റ്റേക്കേഷനിലൊക്കെ പോയി. ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല.
വീട്ടിലും എല്ലാം ഓക്കെ. പാരലലി അമ്മയുടെ വിസയുടെ കാര്യങ്ങളൊക്കെ അതൊക്കെ നമുക്ക് വേറൊരു വീഡിയോയിൽ പറയാം. അമ്മയുടെ വിസയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ പാരലലി പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ജെൻഡർ റിവീലൊക്കെ കഴിഞ്ഞു. എനിക്ക് വേറൊരു കാര്യം, ഈ ഡെലിവറി, അതായത് നമുക്കൊരു അറിവ് വെച്ച പ്രായം, അതായത് ഈ ഡെലിവറിയെക്കുറിച്ചും ഡെലിവറി പെയിനെ കുറിച്ചും ഒക്കെ അറിയുന്ന സമയം തൊട്ട് എനിക്ക് ഡെലിവറിക്കാളും പേടി PV എന്ന് പറയുന്നത്, അപ്പർ വജൈന എന്ന് പറഞ്ഞത്. അതായത് നമ്മുടെ ഡോക്ടേഴ്സ് നമ്മുടെ വജൈനയ്ക്കുള്ളിൽ അവരെ കൈ വെച്ച് എക്സാമിൻ ചെയ്യുന്ന പരിപാടി എനിക്ക് ഭയങ്കര പേടിയുള്ള കാര്യമായിരുന്നു. എന്നല്ല, ഇപ്പോഴും പേടിയാണ്. ഈ ഡെലിവറി ഓക്കെ, നമുക്ക് ബേബിയെ കാണാം, ബേബിയെ കിട്ടും എന്നുള്ളതുണ്ടല്ലോ, പക്ഷേ PV എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പം പ്രഗ്നൻ്റ് ആയപ്പോൾ തന്നെ ഞാൻ അമ്മയോടൊക്കെ ആദ്യം ചോദിച്ചു, അമ്മ എപ്പോൾ തൊട്ടാണ് ഈ PV ചെയ്യുന്നത്? അപ്പം അമ്മ പറഞ്ഞു ഇപ്പോഴൊന്നും ചെയ്യൂല, അവസാനത്തെ മാസമൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഞാൻ അവസാനത്തെ മാസമൊക്കെ ആകുമ്പം അത്ര വേദന ഉണ്ടാവില്ലായിരിക്കും, മേ ബി സെർവിക്സും വജൈനയൊക്കെ വലുതാവുമായിരിക്കും, അങ്ങനെയൊക്കെ വിചാരിച്ചു. പക്ഷേ വജൈനയിലൊന്നും യാതൊരു മാറ്റവും ആ സമയത്തൊന്നും വരത്തില്ല. ഇത് എൻ്റെ എക്സ്പീരിയൻസ് ആണ്. ഓരോരുത്തർക്കും, ചിലർക്ക് ഇതൊന്നും പെയിനേ ഉണ്ടാവില്ല, ചിലർക്ക് എന്നെക്കാളും പെയിനുള്ളവരുണ്ടാവാം. അപ്പോൾ 36th വീക്കിൽ താങ്ക്ഫുള്ളി എനിക്ക് ആ വീക്കിൽ എൻ്റെ ഡോക്ടർ ലീവിന് പോയിരുന്നു. അതുകൊണ്ട് എനിക്ക് ആ വീക്ക് ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നില്ല. വേറൊരു ഡോക്ടർ, ഒരു മെയിൽ ഡോക്ടറായിരുന്നു. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, സെർവിക്സ് എക്സാമിനേഷൻ നമ്മുടെ ഡോക്ടർ വന്നിട്ട് ചെയ്യും, അതായിരിക്കുമല്ലോ നിങ്ങൾക്ക് കംഫർട്ടബിൾ എന്ന് പറഞ്ഞു. അതൊരിക്കലും ഒരു ആണായതുകൊണ്ടല്ല, നമ്മൾ ഇത്രയും ആഴ്ചകൾ നോക്കിയത് നമ്മുടെ വേറൊരു ഡോക്ടറാണല്ലോ. അപ്പോൾ ആ ഡോക്ടർ എന്നെ ഫിസിക്കൽ എക്സാമിൻ ചെയ്യുന്നതായിരിക്കും എൻ്റെ കംഫർട്ടബിൾ. ഓക്കെ, ഞാൻ ഓക്കെ ഡീൽ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അതിൻ്റെ അടുത്ത ആഴ്ച എനിക്ക് എക്സാമിനേഷൻ ഉണ്ടായിരുന്നില്ല. എനിക്ക് ഭാഗ്യത്തിന് 39th വീക്കിലാണ് എനിക്ക് PV ഉണ്ടായിരുന്നത്. അതിന് എനിക്ക് ഭയങ്കര പേടി, അതായത് എനിക്കത് ആലോചിക്കാൻ പോലും പറ്റൂല. കാരണം ഡെലിവറി ചെയ്ത് പുഷ് ചെയ്യുന്ന പോലെ അല്ല എക്സ്റ്റേണലി ഒരാൾ. 39th വീക്കിലുള്ള PV എനിക്ക് തോന്നുന്നു അവര് സ്റ്റിമുലേഷൻ പോലെയാണ് അവർ ചെയ്തത്, പറയും, അങ്ങനെയാണ് കേട്ടിട്ടുള്ളത്. അതാണ് ഞാൻ, നമുക്ക് ടെക്നിക്കലി അറിയില്ല. അതായത് അവർ വിരലുള്ളിൽ കയറ്റിയിട്ട് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് വിടും എന്നൊക്കെയാണ് പറയുന്നത്, അത് പെയിൻ ഇനിഷ്യേറ്റ് ചെയ്യാന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ 39th വീക്കിന്റെ അപ്പോയിന്റ്മെന്റ് പോയി. അവർ ആദ്യം ചെക്കപ്പ് ഒക്കെ ചെയ്തു. അവർ ആദ്യമേ പറഞ്ഞു PV ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ ബ്ലീഡിംഗ് ഉണ്ടാവാം എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് PV ചെയ്യാം. അതും വേറൊരു കാര്യം, നന്ദു കൂടെ നിൽപ്പുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഓക്കെ, ഇതിന് അവർ ചിലപ്പോൾ നന്ദുവിനെ പുറത്ത് പറഞ്ഞു വിടുമായിരിക്കും, പക്ഷെ അവർ പറഞ്ഞു വിട്ടില്ല. എൻ്റെ കൈ പിടിച്ച് കൂടെ നിൽപ്പുണ്ടായിരുന്നു. ഞാൻ അലറി വിളിച്ചു. എനിക്ക് അത്, ഞാനിപ്പോൾ ആരെയും പേടിപ്പിക്കാനൊന്നും പറയുന്നതല്ല, എനിക്ക് ഭയങ്കര പേടിയുള്ള കാര്യമാണ്. ഞാനങ്ങനെ ഭയങ്കരമായി പെയിൻ സഹിക്കുന്ന ഒരാളല്ല, അതും കൂടെ പറയട്ടെ. അത് ഓരോരുത്തരുടെയും പെയിൻ ടോളറൻസ് പോലെ ഇരിക്കും. എനിക്ക് PV നല്ല പെയിൻഫുൾ ആയിട്ടുള്ള കാര്യമാണ്. എല്ലാവരും പറയും റിലാക്സ് ചെയ്തൊക്കെ കിടന്ന് ഓക്കെ ആണെന്ന്, പക്ഷേ എനിക്കത് പറ്റിയില്ല, എനിക്ക് നല്ല പെയിനായിരുന്നു. അപ്പം ഡോക്ടർ പറഞ്ഞു എന്നെക്കാൾ ബഹളം വെച്ചവരും ഉണ്ടെന്നൊക്കെ പറഞ്ഞല്ലേ. എന്നിട്ട് പക്ഷെ അത് ഭയങ്കര സ്പീഡിൽ കഴിഞ്ഞു കേട്ടോ, ലെസ് ദാൻ 30 seconds അല്ലേ. അവർ പെട്ടെന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു, അവർ പെട്ടെന്ന് കൈ എടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു അവർക്ക് കിട്ടി കാണത്തില്ല, ഇനിയും ചെയ്യുമായിരിക്കും. ഇത് ബേസിക്കലി എത്ര ഫിംഗർ ഡൈലേറ്റ് ആയി എന്നറിയുന്നതാണ് സെർവിക്സ്. അപ്പോൾ ഇവർ ഉള്ളിൽ കയറ്റിയിട്ട് ഈ കൈ അവർ നീക്കുന്ന അനുസരിച്ച് എത്ര അവർക്ക് നീക്കാൻ പറ്റുന്നോ അത്ര അവർക്ക് ഡൈലേറ്റ് ആയി. അപ്പോൾ എൻ്റെ അടുത്ത് അവർ പറഞ്ഞു 1 centimeter ആണ് എനിക്കപ്പോൾ ഡൈലേറ്റ് ആയി. 1 centimeter ആയതിന് വലിയ കാര്യമാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, എന്നിട്ട് അവർ കൈ എടുത്തപ്പോൾ തന്നെ അവരുടെ കയ്യിൽ ബ്ലഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്നെ ചോദിച്ചു ബ്ലഡ്, അപ്പോൾ പറഞ്ഞു ബ്ലീഡ് ചെയ്യുന്നുണ്ട്, ബ്ലീഡിങ് വരാം, ഭയങ്കരമായ ബ്ലീഡിങ് വന്നാൽ മാത്രം, വീട്ടിൽ വന്നാലും ബ്ലീഡിങ് വരാം, ഭയങ്കരമായിട്ട് ബ്ലീഡിങ് ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോയാൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഓക്കെ. പക്ഷെ എനിക്ക് അപ്പോൾ തൊട്ട് നമുക്ക് അതിന് മുന്നേ ഓൾറെഡി 2 weeks പ്രയർ ആയിട്ട് നമുക്ക് ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്തായിരുന്നു. നമുക്ക് ഒരു ചാർട്ടൊക്കെ തന്നു, ഒരു ടൂർ ഉണ്ടായിരുന്നു. നമുക്ക് എവിടെയാണ് ഇനി വന്നു കഴിഞ്ഞാൽ എമർജൻസിയിൽ അത് ഓരോ സ്റ്റേജ് ഉണ്ട്. ഫസ്റ്റ് 20 weeks എന്ന് പറയുന്നത് ഏർലി സ്റ്റേജ് ഓഫ് പ്രഗ്നൻസിയാണ്. ആ സമയത്ത് എന്തെങ്കിലും സംഭവിച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ പോവേണ്ട ഒരു സ്ഥലം അവർ പറഞ്ഞു തന്നു. 20 weeksന് ശേഷം ഡെലിവറി നടക്കാനുള്ള ചാൻസ് ഉണ്ടല്ലോ, അതിനുശേഷം പോവേണ്ട ഒരു സ്ഥലവും പറഞ്ഞു തന്നു. എസ്പെഷ്യലി 36 weeks കഴിഞ്ഞാൽ നമ്മൾ ഫുൾ ടേം ആയി, 37 weeks നമ്മൾ ഫുൾ ടേം ആവുമല്ലോ. അപ്പം എപ്പോൾ വേണോ നമുക്ക് ഡെലിവറി ആവാം. അപ്പം നമുക്ക് റൂം കാര്യങ്ങളും ഒരു ചാർട്ടൊക്കെ വെച്ച് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. അതിനുശേഷം അപ്പോൾ ഈ PV ചെയ്തു. അത് കഴിഞ്ഞു. ഈ PV നടക്കുന്നത് ഒരു Thursday ആണ്, July 11th ആണ് എൻ്റെ PV നടക്കുന്നത്. എൻ്റെ ഡ്യൂ ഡേറ്റ് July 18th ആണ്. അത് മാത്രമല്ല July 12th ആണ് അമ്മ വരുന്നത്. അപ്പോൾ July 12th ആണ് എൻ്റെ ലാസ്റ്റ് വർക്കിംഗ് ഡേ. ഞാൻ അങ്ങനെ മനഃപൂർവ്വം എടുത്തത്. അമ്മ വരുന്ന, അതായത് ഞാൻ മാക്സിമം വർക്ക് ചെയ്യാന്നുള്ള രീതിയിലായിരുന്നു ഞാൻ പൊക്കോണ്ടിരുന്നത്. വീട്ടിൽ വെറുതെ ഇരുന്നിട്ട് മാത്രമല്ല അപ്പോഴത്തേക്കും മെറ്റേണിറ്റി ലീവ് കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ആയി കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും മെറ്റേണിറ്റി ലീവിലൊക്കെ നിൽക്കുന്നത്. അത്രയും പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിന്നു. Thursday ഇത് കഴിഞ്ഞു. അപ്പോൾ തൊട്ട് എനിക്ക് ചെറിയ ക്രാംസ് ഉണ്ട്. ക്രാംസ് വെച്ചാൽ പീരീഡ്സിന് പോലും വരുന്ന ക്രാമ്പിൽ നിന്നും കുറച്ചെറിയ ക്രാമ്പാണ്. പക്ഷെ ബ്ലഡ് ഉണ്ട്. ബ്ലഡ് മീൻസ് മ്യൂക്കസ് പോലെ ഒരു ബ്രൗൺ ബ്ലാക്ക് കളർ ഡിസ്ചാർജ് ഒക്കെ ടൈമിൽ PV കഴിഞ്ഞ ടൈമിൽ അമ്മ
അമ്മ ഫ്ലൈറ്റിലാണ്, അമ്മ അറിയുന്നില്ല, ഫ്ലൈറ്റിലാണ് അമ്മ ഇതൊന്നും അറിയുന്നില്ല. കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മയ്ക്കും പി വി പേടിയായിരുന്നു. കാരണം അമ്മയ്ക്ക് വേദനയുടെ അല്ല, പി വി ചെയ്ത് കഴിഞ്ഞാൽ പെയിൻ വരും, അങ്ങനെയാണ് നാട്ടിലും തോന്നുന്നു. ഇവിടെ അങ്ങനെ ആയിരിക്കും. അപ്പോൾ അവർ കാരണം എക്സ്റ്റേണലി ഒരു പ്രഷർ കൊടുക്കുമല്ലേ. അപ്പം അമ്മയ്ക്ക് ഇനി അമ്മ വരുന്നതിന് മുമ്പ് ഡെലിവറി ആവുമോ അങ്ങനെയൊക്കെ ആയിരുന്നു പേടി. അപ്പോൾ അച്ഛനും ഒക്കെ വിളിച്ചിങ്ങനെ പറയുന്നുണ്ട്, അർച്ച ഒരു ദിവസം കൂടെ സഹിക്കുക, അമ്മ ഇപ്പോൾ വരും, അമ്മ ഇപ്പോൾ വരും. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പം എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, ഇങ്ങനെ ഇതായി. പക്ഷെ നമ്മുടെ ഡോക്ടർ പറഞ്ഞല്ലോ ബ്ലീഡ് ആവുമെന്ന്, അതുകൊണ്ട് നമ്മളങ്ങനെ പാനിക്കും ആയില്ല.